ബുൾഡോസർ രാജിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. പക്ഷേ കർണാടകയിലെ ബുൾഡോസർ രാജ് അവർ കണ്ട മട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിൽ ആദ്യത്തെ രാഷ്ട്രീയ പ്രതികരണം നടത്തിയത്. സഖാവ് പറയുന്നത് സഖാവിന്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം വാർത്ത കേൾക്കണം, റിയാക്ട് ചെയ്യണ്ട. ആ വാർത്ത കിട്ടുക. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കിക്കൊടുക്കേണ്ട ഭരണാധികാരികൾ ബലം പ്രയോഗിച്ച് അവരെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിനെ കോൺഗ്രസ് ന്യായീകരിക്കുമെന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി വീട് പൊളിച്ച് ശിക്ഷ നടപ്പാക്കാനാകില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു. ഭരണകൂടത്തിലെ ജഡ്ജിയാകാനാകില്ല. കുറ്റം ആരോപിച്ച് ഒരാളുടെ സ്വത്ത് നശിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും നിയമം കയ്യിലെടുത്താൽ സർക്കാരും കുറ്റക്കാരാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇങ്ങനെ സുപ്രീം കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ബുൾഡോസർ രാജ് ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ നടപ്പാക്കിയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. കോൺഗ്രസ് സർക്കാരോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കണ്ട, കോൺഗ്രസ് സർക്കാർ തന്നെ. സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും അതേ കോൺഗ്രസ് സർക്കാർ. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ബംഗളൂരുവിലെ കൊഗിലു വില്ലേജിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതാണ്ട് 600ഓളം പേരുടെ വീടുകൾ കർണാടക സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. ഏതാണ്ട് 3000ഓളം പേരാണ് ഇതേ തുടർന്ന് ഭവനരഹിതരായത്. കൊടും തണുപ്പിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിന്നീട് കഴിഞ്ഞുകൂട്ടിയത് സമീപത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ. ഇടിച്ചു നിരത്തുന്നവരെ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്ന് കുടിയിറക്കപ്പെട്ടവർ പറയുന്നു. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് രേഖകൾ എന്നിവ ഉൾപ്പെടെയുള്ള രേഖകൾ എടുക്കാൻ അനുവാദം ലഭിക്കാതെയായിരുന്നു ഇവരുടെ വാസസ്ഥലങ്ങൾക്ക് മേൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ കയറ്റിയത്. 30 വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണിവർ. ഇവർക്കെല്ലാം ഇവിടെ വോട്ടവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ TM ചന്ദ്രൻ അടക്കം DCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ഈ വിമതരായി ജയിച്ച 2 പേരെ കൂടി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിമതരായി ജയിച്ച 2 പേരെ ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസ് തിരിച്ചെടുത്തതായി കാണിച്ചുകൊണ്ട് സർക്കുലറും പുറത്തിറക്കി. പക്ഷേ ഇന്ന് നേരം പുലർന്നപ്പോഴേക്കും അതിൽ ഒരാൾ LDFനെ പിന്തുണക്കുന്നു, മറ്റേയാൾ UDFന്റെ ഈ പാനലിലുള്ള ആളുകളെ പിന്തുണക്കുന്നു. അതിനിടയിലാണ് രാവിലെ DCC നേതൃത്വത്തിന് ഒരു കത്ത് കൈപ്പടയിൽ എഴുതി ഈ 8 പേർ ഒപ്പിട്ട് നൽകുന്ന തങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, ഈ പാർട്ടി നടപടികൾ ശരിയല്ലാത്തതിന്റെ പേരിൽ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതി നൽകുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് വിപ്പടക്കം കൈപ്പറ്റാതെ അല്ലെങ്കിൽ വിപ്പടക്കം ഇവർക്ക് ഈ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ നൽകിയിരുന്നില്ല. ഇവിടെ എത്തുന്നു, അവർ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അവർക്ക് കൃത്യമായി BJPയുടെ പിന്തുണ ലഭിക്കുന്നു. അങ്ങനെ എന്തായാലും ഈ അധികാരത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കൈപ്പത്തിക്ക് വോട്ട് ചെയ്തോലൊക്കെ ആരായി വട്ടത്തില് മൂഞ്ചി. BJPയുമായി അന്തർധാര ഇവര് സഖാക്കന്മാർക്ക് കൊള്ളാം. CJP ഈ പാർട്ടിക്ക് ഇപ്പൊ ഞാൻ എന്താ പേരിടാ അതെയോ? പിന്തുണയോടുകൂടിയാണ് ഈ ഔഷധ സഖ്യം പരത്തൂർ പഞ്ചായത്തിൽ നിലവിലുള്ളത്. ഇത് പ്രതിഷേധാർഹമാണ്.